എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന ദിവസം എങ്ങനെയെന്നറിയില്ല. പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയും. എല്ലാ ദിവസവും ഉണ്ടാവുന്ന പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അതങ്ങനെ വേഗം കഴിയുന്നതാണ്. എല്ലാവർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഇക്കാരെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇസോനിയും കാക്കൂനി ഞാൻ കുറേ ടൈം അയക്കണ് വിളിച്ചുണർത്താൻ തുടങ്ങിയിട്ട്. രണ്ടും ഉണരാൻ കൂട്ടാക്കണില്ലേ ഇനി. പിന്നെ ഇസൊരു വൈക്ക് ഉണർന്നു, കാക്കു അതേപോലെ തന്നെ എൻ്റെ തൊയിരക്കേട് സഹിക്കാൻ കഴിയാതെ അങ്ങനെ രണ്ടും കൂടി ഉണർന്നത്. ഇസാണെങ്കിലോ ഒറ്റക്ക് ഉണരാതെ ഒന്ന് വിളിച്ചുണർത്തിയാൽ ഭയങ്കരമായിട്ട് വാശിയും കാര്യങ്ങളൊക്കെ ആയിക്കാരും. ഇന്നിപ്പോൾ എങ്ങനെയോ നല്ലതിലേക്കൊക്കെ എണീറ്റൊക്കെ ചെയ്തു. പക്ഷേ ഇന്നത്തെ കച്ചറ ഡ്രസ്സ് ഊരിനില്ലായിരുന്നു. ഞങ്ങൾക്ക് തലേ ദിവസം ഒരു മൗലൂദ് ഉണ്ടായിക്കാണ്ട് അവിടെ നിന്ന് 11:30 വന്നത്. അപ്പോൾ പിന്നെ ഇസ് ഉറങ്ങിയോണ്ട് തന്നെ അവൻ്റെ ഡ്രസ്സൊന്നും ഊരിയിട്ടില്ലായിരുന്നു. അതിട്ട് കണ്ട് തന്നെ കിടന്നുറങ്ങിയത്. അത് ഊരാൻ വേണ്ടിയിട്ട് കുറേ കാക്കു പണി വെട്ടുകണ്. ലാസ്റ്റ് പിന്നെ അതൊക്കെ ഊരി കാക്കു മൂത്രമൊഴിപ്പിച്ച് കണ്ട് പമ്പേഴ്സിട്ട് അപ്പം തന്നെ ഓന് പാൻറ്റും ഷർട്ടൊക്കെ ഇടണം എന്ന് പറഞ്ഞാണ്ട് വാശി അടിച്ചുകൊണ്ടിന്ന്. ഓനെന്തെങ്കിലും വാശി അടിച്ചാൽ പിന്നെ അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയണ ഒന്നും ഓൻ കേൾക്കൂല. അതുകൊണ്ട് തന്നെ പിന്നെ കാക്കു വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ പിന്നെ ബ്രഷ് ചെയ്യാനും ചായ കുടിക്കാനൊക്കെ ഓൻ പോരുള്ളൂ. ഫുഡ് കഴിക്കലും ബാക്കി പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ച് മാറ്റിയാണ്ട് വന്ന് നോക്കുമ്പോണ്ട് ഇസും കാക്കു അവിടെ സ്നേഹിച്ച് കിടക്കുന്നുണ്ട്. ഓരെ പിന്നെ വിളിച്ച് തൊയിരം കെടുക്കണം. കാക്കൂനാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോണ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ എന്നും കാട്ടുക, എന്തേലൊക്കെ കാട്ടിയോണ്ട് അങ്ങനെ നടക്കും. പിന്നെ കാക്കൂനെ തൊയിരം കെടുത്തിട്ട് കൊണ്ടാക്കി തരുന്നതാണ്, കച്ചറൂടിയാണ്ട് കൊണ്ടാക്കി തരുന്ന കാരണമാണ് കാക്കൂന് ഇഷ്ടം. രണ്ടിനെയും കുത്തിപ്പൊന്തിച്ച് ലാസ്റ്റ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഇസുവിൻ്റെ പാൻറ്റ് ഇങ്ങനെ കുറച്ച് താന്നിന്നിട്ട് ഓൻ്റെ കാലിൻ്റെ അടിക്ക് വന്നിട്ടാണ് ഓൻ ഇടയ്ക്കിടയ്ക്ക് അത് പൊന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓന് ഡ്രസ്സൊന്നും മാറ്റേണ്ട, അതന്നെ ഇട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാണ്ട് സ്കൂട്ടിമ്മ പോയതിനി. പക്ഷേ ഇസുവിന് കാറിൽ പോകാൻ ഇനി ഇഷ്ടം. അതുകൊണ്ട് തന്നെ പോണ വൈക്കെന്നൊക്കെ ഓരോ കാറും കാണിച്ചാണ്ട് നമുക്കും കാറ് പോയാൽ മതി എന്ന് പറഞ്ഞാണ്ട് ബാപ്പിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കാറിലൊക്കെ പോകാറ് ഇഷ്ടം, സ്കൂട്ടിമ്മ പോകണ തന്നെയാണ്. പിന്നെ വീട്ടിലെത്തിയേക്കിന് കാക്കു കയറാനൊന്നും നിന്നില്ല. കാക്കുവിന് പോവേണ്ട ആവശ്യമുണ്ട് പറഞ്ഞാണ്ട് കാക്കു പെട്ടെന്ന് തന്നെ പോവുകയാണ്. വീട്ടിൽ പിന്നെ ചെറിയ താത്തയും ഉമ്മന്നെ ഉള്ളായിരുന്നു. താത്താൻ്റെ വലിയ മോനൊക്കെ സ്കൂൾക്ക് പോയിക്കണ്. അപ്പോൾ ന്യൂഹ് ഒറ്റക്കായിട്ട് ഒന്ന് നല്ലോണം ബോറടിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ വന്നിക്കണത്. ഇസുനാണെങ്കിലും ന്യൂഹിനെ കിട്ടിയാൽ മതി, ഭയങ്കര കാര്യമാണ്. പക്ഷേ കുറച്ച് ഗതികേടാട്ടോ എനിക്ക്. ന്യൂഹ് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ ഓൻ വീയെന്ന് പറഞ്ഞാണ്ട് ഓൻ എടുപ്പിക്കും. ഓന് വീണ സ്ഥലത്തൊന്നും ആവില്ല. എന്നാലും ന്യൂഹിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇസു ഇങ്ങനെ അളകിക്കൊണ്ടിരിക്കും. ഇസുവിന് അത്രയ്ക്ക് കാര്യമാണ്. ന്യൂഹിനും അതേപോലെ ഇസുവിനും നല്ല കാര്യം തന്നെയാണ്. ഇസു ഏന്തി വലിച്ചേരുന്നത് മിഠായിയാണ് ഫുള്ള്. താത്താൻ്റെ മോന് റബിലാലിൻ്റെ റാലിക്ക് പോയപ്പം അങ്ങനെ കിട്ടിയതേന്. ഇസുവിന് ഏതായാലും അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഊറ്റയിക്കണ്. ഓൻ്റെ വിചാരം അത് ഫുള്ള് ഓനുള്ളതാണ് എന്നാണ്. ഇങ്ങോട്ട് പോയതിൻ്റെ തലേ ദിവസം ഞാനൊരു ചെറിയ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണ്. ഇസുവിന് ഇനി ഒരിക്കലും മിഠായിയൊന്നും കാര്യമായിട്ട് കൊടുക്കരുത് എന്നുള്ളത്. കൊടുക്കരുത് എന്നല്ല, കുറച്ചുകൊണ്ട് വരണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത്. അപ്പോഴാണ് ഓൻ്റെ കയ്യിൽ ഇത് കിട്ടിയത്. ഓനാണെങ്കിൽ നല്ലോണം മിഠായി കിട്ടും ചെയ്യും, നല്ലോണം കഴിക്കും ചെയ്യും. ഞങ്ങൾ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഓന് ബോറടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എപ്പോഴും മിഠായി വേണമെന്ന് പറഞ്ഞ് വാശിടിച്ചു കണ്ട് അങ്ങനെ കഴിക്കൽ തന്നെയാണ്. പിന്നെ ദാ അടുക്കളയ്ക്ക് വന്നപ്പോൾ താത്തയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. താത്ത മസാലയും അതേപോലെ ഉമ്മ അതിൻ്റെ റൈസൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന ദിവസം എന്താ അറിയില്ല, കുറച്ച് പണിയെടുക്കാനൊക്കെ ഭയങ്കരമായിട്ടും മടിയേക്കാരും. ഞാൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞതൊക്കെയാണ്. പക്ഷേ വന്നിട്ട് എനിക്ക് അതിനൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും തോന്നണില്ല. ഇസു വിരുന്നാരെ പോലെ സോഫയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അടുക്കളയ്ക്കൊന്നും പോരുന്നില്ല. ആ മിഠായി ഇട്ടിട്ട് അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ പിന്നെ അടുത്ത സാധനം ഇറക്കി, കേക്ക്. അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേ ദിവസം, അതിന് താത്ത ഓർഡർ ചെയ്താണ്. അപ്പോൾ പിന്നെ അതിൽ നിന്നൊരു പീസ് എടുത്ത് അയച്ചു. ഇസുവിന് വേണ്ട പറഞ്ഞപ്പം ഓന് കൊടുത്തതൊന്നുമില്ല. മിഠായിയൊക്കെ ചെരിഞ്ഞിട്ട് ഓന് അതിന് വേണ്ടതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതലായിട്ടും കേക്ക് ഐറ്റംസും അതേപോലെ ബിസ്ക്കറ്റൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ പിന്നെ അനിയന് താത്താനെ കൊണ്ടുവരാൻ പോയപ്പോൾ ഓനങ്ങനെ പോയിനി. അപ്പോക്ക് ഞങ്ങൾ ഓനെ കാണാതെ അതൊക്കെ പാത്തച്ചിക്കണ്. താത്തിക്ക് വന്നതിന് ശേഷമാണ് ഈ ഡ്രസ്സൊക്കെ കഴിക്കാൻ സമ്മതിക്കുന്നത്. എല്ലാ മിഠായും എടുത്തു വെച്ചായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പിന്നെയും മിഠായി ഉണ്ട്. ഓന് എവിടെയെങ്കിലും പാത്തച്ച് പോയതേക്കാരും, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാതും എടുത്തു വെച്ചായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണതിൻ്റെ ഇടയിൽ ഓന് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞാണ്ട് ഒരു 12 മണിയായപ്പോൾ തന്നെ ഉറങ്ങിയിരിക്കണ്. പിന്നെ ഫുഡൊക്കെ അതിന് ശേഷം പെട്ടെന്ന് തന്നെ എണീക്കണതിൻ്റെ മുമ്പ് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടിയും ഒരുമിച്ചിരുന്നാണ് കഴിക്കണത്. ഉമ്മയാണെങ്കിൽ ഒരു ലോഡ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇനി തികയാതൊക്കെ ഉണ്ടാന്ന് പറഞ്ഞുകാണ്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു. ചമ്മന്തിയും അതേപോലെ തൈരും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാതും കൂടി നേരെ ടേബിൾമ കൊണ്ടുവയ്ക്കുക ചെയ്തത്. അവിടെ ഇരുന്നാണ് കഴിക്കണത്. ഇങ്ങനെ കുറച്ച് കൊണ്ടുവയ്ക്കാനും നിൽക്കണില്ല. ഒന്നായിട്ട് കൊണ്ടുവച്ചാൽ പിന്നെ പോയി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെക്കുന്നത്.
എല്ലാവർക്കും വേണ്ടിയത് അവനാനെന്നാ ഇട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡായി കഴിയണമെങ്കിൽ ഞങ്ങൾക്ക് 2 മണിക്കൂറൊക്കെ വേണം. ഞങ്ങൾ വീട്ടിലിങ്ങനെ എല്ലാവരും പാടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ടും അങ്ങനെ സംസാരിച്ചിരുന്ന് 2 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നിൽക്കും. കുറേ സംസാരിക്കാണ്ടാവും, കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളല്ലേ. പെൺകുട്ടികൾ പിന്നെ ഒരുമിച്ചുകൂടി എന്തായാലും ഒരുപാട് സംസാരിച്ചാലല്ലേ തീരുള്ളൂ. പോരാത്തിന് അനിയന് ഓൻ്റെതും ഉണ്ടാവും പറയാനൊക്കെ. അങ്ങനെ എല്ലാവരതും കൂടി പിന്നെ ഉമ്മാൻ്റെ കൂടി ആകുമ്പോൾക്ക് അങ്ങനെ ടൈമൊന്നും പോണത് എങ്ങനെയായാലും അറിയില്ല. ചോറ് പിന്നെ ചെമ്പട്ടി കണക്കിന് വെച്ചത് രാത്രിക്ക് കൂടിയും കൂട്ടിയാണ്. എന്നാലും പിന്നെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഇസുവിന് ബിരിയാണി ആണെങ്കിൽ പിറ്റത്തെ ദിവസം രാവിലെ ഓൻ ചോദിക്കലുണ്ട് ബിരിയാണി ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ കഴിക്കും. അങ്ങനെ ഓനൊക്കെ പിറ്റേ ദിവസം ബിരിയാണി തന്നെയാണ് കഴിച്ചത്. എനിക്കും പിന്നെ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, ഞാൻ അധികം അപ്പൊക്കെയാണ് എനിക്ക് രാവിലെ ഇഷ്ടം. എന്നാലും ഈ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വരെ രാവിലെ ബിരിയാണി തന്നെയാണ് കഴിച്ചിരുന്നത്. അതൊക്കെ കഴിഞ്ഞേക്കാൻ തന്നെ ഇസു എണീറ്റ് വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഓനും ഫുഡ് എടുക്കാൻ നിന്നു. ആദ്യമൊന്നും കഴിക്കാൻ കൂട്ടാക്കണില്ലായിരുന്നു, പിന്നെ ലാസ്റ്റിങ്ങൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ നിന്നത്. ഓൻ്റെ കയ്യിലുള്ള കവർ ഓന് വണ്ടൂർക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചതാണ്. ഉറങ്ങണീൻ്റെ മുമ്പ് മിഠായി വേണമെന്ന് പറഞ്ഞ് നല്ലോണം കരഞ്ഞപ്പോൾ എന്നാൽ വണ്ടൂർക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് താത്തോന് കവറിലാക്കി കൊടുത്താണ്. അതുകൊണ്ട് തന്നെ ഓന് പിന്നെ മിഠായി ഒന്നും കഴിക്കാതെ ആ കവറും കൊണ്ടടക്കിയായിരുന്നു. ലാസ്റ്റ് പിന്നെ ഉറങ്ങിയപ്പോഴും ആ കവറും പിടിച്ചാണ് ഉറങ്ങിയതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.